ഹായ് ഓൾ, മുഖ്യാബ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിനും പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയത്തില്ല നിങ്ങൾ ഇന്ന് എങ്ങനെയാണ് ട്രേഡ് ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ചിലർക്ക് നല്ല അവസരങ്ങൾ കിട്ടി, ചിലർ ഹോൾഡ് ചെയ്തത് നഷ്ടത്തിൽ കലാശിച്ച ദിവസങ്ങളും ആകാം. ചിലർക്ക് സീറോ കൊണ്ട് വൻ പ്രോഫിറ്റ് കിട്ടി, ചിലർക്ക് കിട്ടിയത് കളഞ്ഞു കുളിക്കേണ്ടി വന്നു. ഇതൊക്കെയാണെന്ന് സംഭവിച്ചത്. അപ്പം എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയാം, മാർക്കറ്റിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ കോഷ്യസ് ആയിരിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ എൻ്റെ 2-3 വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ JP മോർഗൻ്റെ ഒരു ത്രട്ടുണ്ടായിരുന്നു. അവർ വലിയൊരു സെൽ ഓഫ് നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ത്രട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അൺസർട്ടനിറ്റി, ഒരു സൈഡിൽ പോസിറ്റീവ്നെസ്, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഡീലുകൾ വരുന്നു പറഞ്ഞു. ചില സമയത്ത് അവർ പറഞ്ഞു ഹോർമൂസ് കുറച്ചടച്ചു, റെസ്ട്രിക്റ്റഡ് ആവുന്നു, ഒരു കൂട്ടർ പറഞ്ഞ് ഫുള്ളി തുറന്നു. അപ്പോൾ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ഇന്ന് ആക്ച്വലി ഗ്ലോബലി ഉള്ള ഒരു സെൽ ഓഫ് നടന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ചിപ്പ് ബേസ്ഡ് സ്റ്റോക്കുകളിൽ, സെമി കണ്ടക്ടർ സ്റ്റോക്കുകളിൽ ഉണ്ടായ ഒരു വലിയ സെൽ ഓഫാണ് ഇന്നത്തെ മൊത്തത്തിലുള്ള ലോക മാർക്കറ്റിനെ തന്നെ തകിടം മറിക്കാനുള്ള കാര്യം. കൊറിയൻ മാർക്കറ്റൊക്കെ അരമണിക്ക് 20 മിനിറ്റ് നിർത്തിവെച്ചു. അത്രയ്ക്ക് വളരെ സെൽ ഓഫ്. നമുക്ക് കൊറിയൻ മാർക്കറ്റ് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇത്തരം പറഞ്ഞപ്പം ഇന്നത്തെ വീഴ്ചയുടെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ വീഴ്ചയുടെ ആഘാതങ്ങൾ നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നിക്കായ് ജപ്പാൻ്റെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.5%. നിങ്ങൾ ഇന്ന് മുൻവിധിയോടിരിക്കാതെ, ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്ന നിങ്ങൾ മുൻവിധിയോടിരിക്കാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇന്ന് എല്ലാവരും അയ്യോ ബ്ലഡ് ബാത്താണ്, മാർക്കറ്റ് പൊട്ടിത്തകർന്നു എന്നുള്ളൊരു മനോഭാവത്തോടെ എനിക്ക്. പക്ഷേ നിങ്ങൾ ആ മനോഭാവം മാറ്റി വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിൽ തീരുമാനം എടുത്തോ. ഓക്കെ, നിങ്ങൾ ആദ്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിക്കായി ജപ്പാൻ മാർക്കറ്റിൽ നിന്ന് 3.5% ഒന്ന് മാർക്കറ്റ് താഴെ പോയി. ചൈന ഷാങ്ഹായി 1.37% വീണു. പിന്നെ ചൈനയുടെ അത് തന്നെ A50 2.74% വീണു. പിന്നെ ഹാങ്സങ് 1.82 വീണു. പിന്നെ കൊറിയൻ മാർക്കറ്റ് 910 പോയിന്റ്, അതായത് 9.10% ഇന്ന് ഫോൾ ആയത്. 8% വീണപ്പം അവർ മാർക്കറ്റിനെ നിർത്തിവെച്ചു, 20 മിനിറ്റോളം നിർത്തിവെച്ചു. നിർത്തിച്ചതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്തപ്പോഴും വീണ്ടും ലോവർ സർക്യൂട്ട് അടിച്ചു. അപ്പം അങ്ങനെ 10% കൊറിയൻ മാർക്കറ്റ് വീണത്. അത് കൊറിയൻ മാർക്കറ്റ് വീഴാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സാംസങ്ങിൽ ഉണ്ടായ വീഴ്ചയാണ്. ഞാൻ പറഞ്ഞല്ലോ, ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ബിസിനസ് ചെയ്യുന്ന സ്റ്റോക്കുകളിലൊക്കെ, കമ്പനികളിലൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒരു കാരണം ഇപ്പം മാർക്കറ്റ്, നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, അമേരിക്കൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്, ഏത് നിമിഷവും ഒരു സെൽ ഓഫ് ഉണ്ടാകും. ഇത് ഓൾറെഡി അനലിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് അറിയാൻ വയ്യാഴിക, നമ്മുടെ അജ്ഞത കൊണ്ട് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. പക്ഷേ ഇത് ഓൾറെഡി ഒരു 2 ആഴ്ച മുന്നേ, ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, 2 ആഴ്ച മുന്നേ പറയുകയാണ് ഏത് നിമിഷവും അമേരിക്കൻ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എത്ര പേർക്ക് ഓർമ്മയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു സെൽ ഓഫ് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സംഭവം നമുക്ക് വിടാം, ഇത് കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇത്രയും വലിയൊരു സെൽ ഓഫ് നമ്മൾ കണ്ടു. ഓക്കെ, ഇപ്പം ഓരോ യൂട്യൂബ് വീഡിയോകളൊക്കെ എടുത്ത് ഞാൻ വെയിറ്റ് ചെയ്ത്, ചില ഡേറ്റ വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് ഇത്രയും താമസിക്കാൻ കാര്യം. ക്യാഷ് മാർക്കറ്റിൻ്റെ ഡേറ്റ വന്നു, പക്ഷേ നമ്മുടെ FISൻ്റെ DISൻ്റെ ഡേറ്റ, ഫ്യൂച്ചറിലെ ഡേറ്റ വന്നില്ല. അപ്പോൾ ആ ഡേറ്റ വരാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമ്മളിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് മാർക്കറ്റിൽ 2 പേരും ബൈ ആണ്. FIS ചെറുതായിട്ട് വാങ്ങിച്ചു, DIS 680 കോടിക്ക് മേടിച്ചു, FIS 18 കോടിക്ക് മേടിച്ചു. 2 പേരും ബൈ സൈഡ്. പിന്നെ ആരാണ് വിറ്റത്, എന്താണ് സംഭവിച്ചത്, ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഴ്ച എന്ന് വെച്ചാൽ ഏകദേശം 278 പോയിൻ്റ് മാർക്കറ്റ് വീണു. 100 പോയിൻ്റ് മുകളിലോട്ട് പോയതിന് ശേഷമാണ് മാർക്കറ്റ്, ഇവിടെ 100 പോയിൻ്റ് മുകളിൽ പോയതിന് ശേഷമാണ് മാർക്കറ്റ് 278 പോയിൻ്റ് താഴോട്ട് വീണത്. അപ്പോൾ ഇത് വലിയൊരു ബ്ലഡ് ബാത്തായിട്ട് ഞാൻ കരുതുന്നില്ല. ഇതൊരു ബ്ലഡ് ബാത്ത്, ഇതൊരു നോർമൽ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു നോർമൽ സെൽ ഓഫ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ബ്ലഡ് ബാത്ത് എന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ 600-700 പോയിൻ്റൊക്കെ പൊട്ടിയാലാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ബ്ലഡ് ബാത്ത് എന്ന് പറയാനുള്ളത്.
നിങ്ങൾ നമുക്ക് ഡേ ചാർട്ടിലോട്ട് വന്ന് നോക്കാം. ഡേ ചാർട്ടിലോട്ട് വരുമ്പം നമുക്ക് അവിടെ ഒരു കാര്യം മനസ്സിലാവും. ഞാൻ ക്ലിയർ ആയിട്ട് നമ്മുടെ വീക്കിലി അനാലിസിസ് കൂടെ നിങ്ങൾ ഇത് ഇന്ന് ക്ലബ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മ വരത്തില്ല. നിങ്ങൾ ഇന്ന് കാണുന്നു, പറഞ്ഞു വിടുന്നു, അത്ര മാത്രമല്ല. അല്ലാതെ വേറെ പ്രത്യേകിച്ച് സംഭവവാസങ്ങളൊന്നും ഓർത്ത് വെക്കുന്നില്ലല്ലോ. ചിലരൊക്കെ ഓർത്ത് വെക്കാറുണ്ട്. നിങ്ങൾ എൻ്റെ വീക്കിലി അനാലിസിസ് കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അത് നോക്കിക്കേ, ട്രെൻഡ് ലൈൻ വരച്ചു. ഞാൻ പറഞ്ഞ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. അപ്പം അഥവാ ഇനി ഇവിടുന്ന് തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്കിവിടെ 23,224 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടാണ്. ഇത് റെസ്പെക്ട് ചെയ്തിട്ട് തിരിച്ച് കയറി പോവോ അതോ ഇവിടോട്ട് വരുമോ ഇതിനകത്ത് കയറുമോ എന്നൊക്കെ ഉള്ളത് ഞാൻ വിശദമായിട്ട് നമ്മൾ ഈ ആഴ്ചത്തെ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഡെയിലി ക്യാൻഡിലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ന്യായമായ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അല്ലാതെ JP മോർഗൻ പറഞ്ഞ സെൽ ഓഫ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല മാർക്കറ്റിൽ. തെറ്റിദ്ധരിക്കരുത്, ദൈവത്തെ ഓർ തെറ്റിദ്ധരിക്കല്. അങ്ങനെ ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ വന്നിട്ടില്ല. വരാതിരിക്കത്തില്ല. ജൂൺ ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ അവസാന നിമിഷം ഒരു സെൽ ഓഫ് വരും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അത് വരികയും ചെയ്യും. പക്ഷെ അത് എപ്പോൾ വരും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ഡേറ്റ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു സെൽ ഓഫ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടില്ല. JP മോർഗൻ പറഞ്ഞൊരു സെൽ ഓഫ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടില്ല. ഞാൻ ഇന്നലെയൊക്കെ അതിൻ്റെ ആ പടം ഞാൻ ഇട്ടതാണ്, ക്ലിപ്പിംഗ് ഇട്ടതാണ്. പിന്നെ എപ്പോഴും ഞാൻ അത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് ഇവിടുന്ന് ഏകദേശം ഒരു 1 സ്ട്രെച്ച് റാലി അവിടെ നടത്തി. 23,000 എത്തിയതിന് ശേഷം അവിടുന്ന് ഒരു 1000 പോയിന്റ് മാർക്കറ്റ് എന്ത് ചെയ്തു? റാലി ചെയ്തു ഇല്ലേ? ഇത് ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ റിസർച്ച് ആൻഡ് അനലിസ്റ്റ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പം ഇവിടുന്ന് ഒരു 23,000 മാർക്കറ്റ് 1 സ്ട്രെച്ച് റാലിയാണ് ഇല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1 സ്ട്രെച്ച് റാലിയാണ് 1000 പോയിന്റ് മാർക്കറ്റ് ട്രാവൽ ചെയ്തു അല്ലേ? ട്രാവൽ ചെയ്തതിന് ശേഷം ഒരു നോർമൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. അത് സ്വാഭാവികമാണ്. 275 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമാണ്. ഓക്കെ, പിന്നെ ആരാണ് വിറ്റത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ വിറ്റൻ്റെ കണക്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കണക്കൂടെ എടുക്കാം. നമുക്ക് ഈ 2 കണക്കെടുക്കാം. ഇത് 22-ാം തീയതി ഇന്നലത്തെ ഡേറ്റയാണ് കാണുന്നത്. ഇത് ഇന്നത്തെ ഡേറ്റയാണ്. നോക്കിക്കേ, എന്തെങ്കിലും വ്യത്യാസമുണ്ട്? 75, 80 റീറ്റെയിലേഴ്സാണ്. ബൈ സൈഡ് 75, റീറ്റെയിൽ DIS 87, FISും 87. പിന്നെ ഇവിടെ സംഭവിച്ചത് എന്താ? 51% ഇന്നലെ ബൈ സൈഡ് ഉണ്ടായിരുന്ന പ്രോ ഇന്ന് 49ആയി. സെൽ സൈഡ് 49 ഉണ്ടായിരുന്നത് ഇന്ന് 51ആയി. അതായത് 2% ആര് കൂട്ടി? പ്രോ കൂട്ടി. പ്രോ ഷോർട്ട് സൈഡ് 2% കൂട്ടി. ആ 2% മതി ഇത്രയും ഒരു സെൽ ഓഫിന്. പ്രോ എന്ന് പറയുന്ന ചില്ലറ ആളുകളല്ല, അതായത് നമ്മുടെ ബ്രോക്കർമാരുടെ കാര്യമായി പറയുന്നത്. അവരുടെ ഈ പറഞ്ഞ പോലെ കോടികളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു 2% ഫോൾ ആയിരിക്കും. മറ്റവർ ന്യൂട്രലായിട്ട് നിൽക്കുകയും ഇവർ മാത്രം സെൽ ഓഫ് നടത്തുകയും ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് താഴെ പോരും. ഇതിനെ പ്രതിരോധിക്കാൻ ഇവിടെ ആരും മുതിർന്നില്ല. അവിടെയാണ് ഇവർ സെൽ ഓഫ് നടത്തിയപ്പം ഇതിനെ പ്രതിരോധിക്കാൻ ആരും മുതിർന്നില്ല. റീറ്റെയിലേഴ്സോ FISോ DISോ ആരും മുതിർന്നില്ല. അവരെല്ലാം ന്യൂട്രലായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവർ തന്നെ 2% വിറ്റപ്പം സാധനം താഴെ പോയി. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ആശയമാണ് ഞാനീ പറയുന്നത്. അല്ലാതെ ഇത് വലിയ അനലിസ്റ്റുകളോ അല്ല ഇവിടെ നിന്നെങ്കിലും കിട്ടിയ ഡേറ്റ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ എളിയ ബുദ്ധിയിൽ, എൻ്റെ ചെറിയ ബുദ്ധിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ പറയുന്നത്. ആ ഒരു 2% ചില്ലറ കാര്യമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കോടികളിട്ട് കളിക്കുന്നവരാണ് പ്രോയെ. അവർക്ക് 2% എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം. 2% അവർക്ക് മൂവ് ചെയ്യാൻ 278 പോയിന്റ് വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2%-ൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ, കാരണം മറ്റോട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്ര വീഴത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ 2% വീണപ്പോൾ DIS വാങ്ങിക്കുകയോ അല്ലെ FIS വാങ്ങിക്കുകയായിരുന്നെങ്കിൽ ഇത്രയും ആഘാതം നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റത്തില്ലായിരുന്നു. ശരിയല്ലേ? അവർ രണ്ടുപേരും ന്യൂട്രലായിട്ട് നിൽക്കുക. കാരണം അവർക്ക് വലിയ ബൈ സൈഡ് നിങ്ങൾ കണ്ടില്ലേ, ന്യൂട്രലാണ്. സെല്ലും ഇല്ല, ബൈയും ഇല്ല, വലിയ ചെറിയ ഒരു തുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ന്യൂട്രലായിട്ട് നിന്നുകൊണ്ട് ഇവർ സെൽ ഓഫ് ചെയ്തപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആരും നിന്നില്ല, സാധനം മാർക്കറ്റ് താഴെ പോയി. ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? പിന്നെ ഈ രണ്ടാമത് വേറൊരു കാര്യം വേണമെങ്കിൽ ഇവിടെ സംഭവിക്കാം. രാവിലെ ഈ പറയുന്ന FIS നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങൾ കുറച്ച് ബുദ്ധിയോട് ഉപയോഗിക്കുക. ഇന്ന് ഈ പറഞ്ഞ രാവിലെ FIS ഇവിടുന്ന് 1% ഷോർട്ട് കുറച്ചെന്ന് വിചാരിച്ചു. 1% ഷോർട്ട് കുറച്ചു, അല്ലെ 2% ഷോർട്ട് കുറച്ച് മാർക്കറ്റിനെ എന്ത് ചെയ്തു? കുറച്ച് മുകളിലോട്ട്. ഇപ്പോൾ ഷോർട്ട് അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റിലൊരു ബൈ. കാരണം ഇന്ന് രാവിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്, ഇത് ഇന്ന് രാവിലെ നമ്മൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു അല്ലേ? താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ ഷോർട്ട് താഴോട്ട് ഇറങ്ങി ഇത്ര ഇറങ്ങി വന്നല്ലോ. ഗ്യാപ്പ് ഡൗൺ വന്ന് ഇത്ര ഇറങ്ങി 100 പോയിന്റോളം താഴോട്ട് ഇറങ്ങി വന്നു.
താഴെ വന്നപ്പോൾ ഈ ഷോർട്ട് കയ്യിലിരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്, ഷോർട്ട് കയ്യിലിരിക്കുന്ന FIAs അവരുടെ ഷോർട്ട് പൊസിഷൻ കൂടെ ഒഴിവാക്കുന്നു. 1%, 2% അവരിവിടെ ഒഴിവാക്കുന്നു. അങ്ങനെ ഒഴിവാക്കുമ്പോൾ അത് കുറച്ച് ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ കുറച്ച് ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യും, ഇവരിവിടുന്ന് ഒരു 100, ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്, 24,043 100 പോയിന്റ്, ഇവിടുന്ന് ഏകദേശം ഒരു 100 പോയിന്റ് മാർക്കറ്റ് മുകളിലോട്ട് സർജ് ചെയ്തു. ശരിയല്ലേ? അപ്പോൾ ഇവരിവിടുന്ന് 2% ഷോർട്ട് കുറച്ച് അഴിച്ചു വിട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ എത്തി വീണ്ടും വന്നു മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു. എന്തായാലും ഈ FIAസും ഈ പറയുന്ന പ്രോയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. DISനേക്കാൾ കൂടുതൽ FIAs ചില സാഹചര്യങ്ങളിൽ FIAs പ്രോയെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യിക്കാറുണ്ട്. സത്യമായുള്ള കാര്യമാണ്. അപ്പം FIAസും പ്രോയും തമ്മിലൊരു അഭേദ്യമായ ഒരു അവിശുദ്ധ ബന്ധമുണ്ട്. അപ്പം ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഈ പറയുന്ന പോലെ തന്നെ ഷോർട്ട് അഴിച്ചു വിട്ടു, മാർക്കറ്റ് മുകളിൽ ചെന്നതിന് ശേഷം ഈ പറയുന്ന ഇവർ 2% കൊടുത്ത് 2% ഇവിടെ തിരിച്ചു വാങ്ങിക്കുന്നു. മനസ്സിലായി പറഞ്ഞേ? 2% ഇവിടെ വീണ്ടും ആ ഷോർട്ട് കൂട്ടുന്നു. ഇവിടെ ഇപ്പം 87 നമ്മൾ കണ്ടത്, ഈ 2 അഴിച്ചു വിട്ടു 85 ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പറഞ്ഞ ഇവിടെ കൊടുത്ത സാധനം വീണ്ടും ഇവിടെ തിരിച്ചു വാങ്ങിക്കുന്നവരെ അല്ലെ ഷോർട്ട് ചെയ്യുന്നു. ഷോർട്ട് ചെയ്യുമ്പോൾ വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യും, പതുക്കെ ഇത് ഞാൻ പറഞ്ഞില്ല, പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ഒരു ഇട്ട് കാണിച്ച് 2% അവർ വീണ്ടും ആ പഴയ സ്ഥിതി തന്നെ ആയി കാണാം. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. ദൈവത്തെ ഓർത്ത് ഇതിന് വിവാദങ്ങളോ മറ്റു കാര്യങ്ങളോ എൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ് ഈ പറയുന്നത്. ശരിയാണോ തെറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അവരുടെ ഷോർട്ട് വീണ്ടും അവർ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു ഇവിടെ. അതിൻ്റെ കൂടെ തന്നെ ഇവിടം വരെ എത്തിയെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഇവിടം വരെ ആ 2% തിരിച്ച് അവർ ഷോർട്ട് ചെയ്തപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് പതുക്കെ ഇവിടെ എത്തി എന്ന് വിചാരിച്ചു. അതിനുശേഷം മറ്റവരെ കണ്ണു കാണിച്ചു. പ്രോയെ കണ്ണടിച്ചാ നീ ചെയ്തു, 2% നീ വിറ്റു എന്ന് കൊടുത്തു കാണും. അവർ ഈ പറഞ്ഞ പോലെ തന്നെ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇടുന്നില്ല, കുറച്ച് മുകളിലോട്ട് കയറ്റുന്നുള്ള പ്രതി വരുത്തി തീർത്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ അവന്മാരും വിറ്റു. ഇവിടുന്ന് നോക്കി എത്ര 23,938 150 പോയിൻറ്റിൻ്റെ ഒരു വിൽപ്പന ഇവർ നടത്തി. ക്ലിയർ ആയല്ലോ? ഇത് എൻ്റെ മാത്രം എനിക്ക് മനസ്സിലായ കാര്യമാണ്, അല്ലെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. സത്യമാണെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പം ഇതായിരിക്കാം മാർക്കറ്റ് സംഭവിച്ചത്, അല്ലാതെ വലിയൊരു സെൽ ഓഫോ അല്ലെങ്കിൽ വേറൊരു ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയോ ഈ പറഞ്ഞ JP Morgan വഴിയോ വിറ്റ സംഭവങ്ങളോ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ്. ഇനി ഇന്നത്തെ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറി മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് വന്ന് വീണ്ടും ഇതേ പോയിന്റിലെത്തി ഇവിടെ തുടങ്ങിയപ്പോൾ ഇവിടെ മാർക്കറ്റ് ഇവിടുന്ന് ഒരു റെഡ് ക്യാൻഡിൽ, ഒറ്റ ക്യാൻഡിൽ, 1 2 ഈ 2 ക്യാൻഡിൽ വീണപ്പോൾ തന്നെ ഞാൻ ഈ ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചിട്ടു. ഈ ട്രെൻഡ് ലൈൻ ഞാനിവിടെ കൃത്യമായിട്ടിവിടെ വരച്ചിട്ടു അല്ലേ? നിങ്ങൾക്ക് ഗ്രൂപ്പിലുള്ളവർക്കറിയാം. അതിനുശേഷമാണ് ഈ ഒരു വീഴ്ച മാർക്കറ്റ് ഇവിടെ താഴെ വീണത്. ഞാൻ വേണമെങ്കിൽ അതുകൂടെ ഒന്ന് കാണിച്ചേക്കാം. ഇനിയും തള്ളുവാണോന്ന് ഇനിയും പറയണ്ട, ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചു. ഇതാണ് നമ്മുടെ ഗ്രൂപ്പിൽ വരച്ചിട്ട് ഫസ്റ്റ് ആ ട്രെൻഡ് ലൈൻ ഇല്ലേ? മാർക്കറ്റ് ഇവിടുന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടു. അപ്പോൾ നമുക്കറിയാം ഇല്ലേ, മാർക്കറ്റ് ഒന്നുകിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം. മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയവർക്കൊക്കെ ബുക്ക് ചെയ്തു, ഹോൾഡ് ചെയ്തവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി. അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡിസിഷൻ. എനിക്ക് അതിൽ വേറെ പ്രത്യേകിച്ച് മറ്റ് റോളുകളൊന്നുമില്ല. എനിവേ, എന്തായാലും ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ എന്താ സംഭവിക്കും? ഇപ്പം നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിക്കവറി പിന്നെ US മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. US മാർക്കറ്റ് ഏകദേശം നാസ്ഡാക്ക് ഏകദേശം 1000 പോയിൻറ്റ് 900 പോയിൻറ്റോളം പൊട്ടിയതിന് ശേഷം ഇപ്പോൾ ഒരു 450 പോയിൻറ്റിലാണ് ഓടുന്നത്. US ക്രൂഡ് ഓയിൽ നല്ലപോലെ പൊട്ടുന്നുണ്ട്. പിന്നെ മറ്റ് ഡൗ ജോൺസും റിക്കവർ ചെയ്യുന്നു. ഡൗ ജോൺസ് ഏകദേശം 300 പോയിൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏകദേശം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴെ പോയി. 300 പോയിൻറ്റോളം മാർക്കറ്റ് താഴെ പോയതിന് ശേഷം അത്രയും തന്നെ തിരിച്ച് റിക്കവർ ചെയ്ത് ഇപ്പോൾ ഗ്രീനിലാണ് ഡൗ ജോൺസ് ഓടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം നാളെ നമ്മുടെ മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പം ഇവിടെ നമ്മൾ ട്രാപ്പിലാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ മുന്നിൽ വീണ്ടും ഒരു പ്രതിസന്ധിയുണ്ട്. നമ്മൾ മറന്നുപോകല്ലേ, സമയം കൂടി പോകും, പക്ഷേ നിങ്ങൾ കേൾക്കേണ്ടവർ കേൾക്കുക. നമ്മുടെ മുന്നിൽ വീണ്ടും ഒരു പ്രതിസന്ധിയുണ്ട്. എന്താണ്? ഈ പറഞ്ഞ JP Morganൻ്റെ സെൽ ഓഫ്. ഓക്കെ, ആ ഒരു സെൽ ഓഫ് വരാതിരിക്കുക. അത് പറഞ്ഞതാണ്, അവരുടെ ജൂൺ ക്വാർട്ടർ അവസാനിക്കുമ്പം അവർ സെൽ ഓഫ് നടത്തും എന്ന്. അത് അമേരിക്കൻ മാർക്കറ്റിലാണ്, ഇന്ത്യൻ മാർക്കറ്റില്ല. പക്ഷേ അതിൻ്റെ അലവലികൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകും എന്നുള്ള സത്യമാണ്. പക്ഷേ അത് എപ്പോഴാണ് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്നാലും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ കോഷ്യസ് ആയിരിക്കണം. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ജൂൺ
ഇനി ഒരാഴ്ച കൂടി ഉള്ള എക്സ്പയറിക്ക് ജൂൺ 30 നമ്മുടെ എക്സ്പയറി. അപ്പം ഈ ഒരാഴ്ച നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം എപ്പോഴും വളരെ കോഷ്യസ് ആയിരിക്കണം. നമ്മൾ സി സൈഡ് നിൽക്കുമ്പോൾ സൈഡിലോട്ട് ചിലപ്പോൾ വേണമെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. സംഭവിക്കാൻ പോകുന്നത് നാളെ വേണമെങ്കിൽ നാളെ ഒരു കയറ്റം ഒരു റാലി തരും വേണമെങ്കിൽ മേ ബി ഈ പറയുന്ന ഈ വീണതൊക്കെ വേണമെങ്കിൽ നാളെ ഒരു ദിവസം കൊണ്ടാണ് തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെ തള്ളിക്കളഞ്ഞാൽ എല്ലാവരും ആവേശത്തോടെ സി എന്ന് പറഞ്ഞ് ചാടി കയറും, വീണ്ടും നമ്മുടെ ബോക്സിനോടൊക്കെ എത്തും. അവിടെ വരുമ്പോൾ വീണ്ടും ഒരു സെൽ ഓഫ് വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പർപ്പസ്ഫുള്ളി മുകളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഒരു പൊട്ടിക്കലാണോ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടുത്ത ദിവസം മറ്റന്നാൾ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. ഈ പറഞ്ഞ പോലെ വലിയൊരു ഹംഗാമ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാം. അതുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് വളരെ കോഷ്യസ് ആയിട്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് 23,800 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ക്രൂഷ്യൽ, വളരെ നമ്മൾ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ പിന്നെ വരച്ചിട്ടേക്കുന്ന ലെവലാണ് 23,800. നാളെ തിരിച്ച് റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 23,800 നിന്ന് കയറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ 23,939 24. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു ലൈനിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഇത് അവിടെ കിടക്കട്ടെ തൽക്കാലം. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്യുവാണെങ്കിൽ 23,939 എത്രയും പെട്ടെന്ന് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കട്ട് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 24,000. 24,000 മുകളിൽ നിന്നാൽ നമുക്കൊരു ഷോർട്ട് കവറിങ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ. 24,000 മുകളിൽ 15 മിനിറ്റ് നേരം സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് കവറിങ് റാലി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫർദറായിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും. നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കുന്നുള്ള കാര്യം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ 750 പോയിൻറ്റിൻ്റെ ഒരു സെൽ ഓഫ് നടന്നു. 56,759 മുകളിൽ നിലനിന്ന് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് തിരിച്ച് 830 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നല്ല രീതിയിൽ ഇന്ന് ഫോൾ കാണുന്നു. കാരണം ഈ പറയുന്ന നമ്മുടെ BSE ഇന്ന് 90 പോയിൻറ്റ് വീണ്ടും വീണ്. BSEയിൽ ഞാൻ എന്തൊരു ട്രേഡ് എടുത്തായിരുന്നു, നല്ല രീതിയിൽ എനിക്കൊരു പ്രോഫിറ്റ് എനിക്കിന്നത് കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പം വീണ്ടും നമുക്ക് കൃത്യമായിട്ട് 14,460 നമ്മുടെ പോയിന്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 14,590 നമുക്ക് കിട്ടും. മനസ്സിലായേ? 14,590 കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുകളിലോട്ട് പോയാൽ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 758 നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. സെൻസെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു 1000 പോയിൻറ്റിൻ്റെ ഒരു 900 പോയിൻറ്റിൻ്റെ ഫോൾ നമുക്ക് കിട്ടി. 802 മുകളിൽ നിലനിൽക്കണം. 802 മുകളിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് നമുക്ക് 630 77 630 കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാകും. എന്തായാലും ലെവലുകളൊക്കെ കൃത്യമാണ്. നിങ്ങൾ നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇന്ന് നമ്മൾ IT സെക്ടറിൽ വലിയ ഫോൾ കണ്ടെങ്കിലും നമ്മുടെ മാർക്കറ്റിൽ IT അത്ര കണ്ട് അങ്ങ് വീണില്ല. 36 പോയിൻറ്റ് 68 പോയിൻറ്റ് ഒക്കെ മാത്രമേ വീണുള്ളൂ. അപ്പോഴും നമ്മുടെ ഇൻഫി നമ്മൾ 1000-ൻ്റെ കണക്കാണ് പറഞ്ഞേക്കുന്നത്. ആ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇനിയിപ്പോൾ റിക്കവറി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിക്കവറി ഉണ്ടാകും. എനിവേ നമുക്ക് കണ്ടറിയാം അടുത്ത ദിവസങ്ങൾ എന്താ സംഭവിക്കുക. ഇച്ചിരി നീണ്ടുപോയി, പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഹൗസ്ഫുള്ളായി. 50 പകരം 52 പേര് 2 പേര് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. എന്തായാലും നിങ്ങൾ സഹകരിച്ച പലരും, ഞാൻ പറഞ്ഞല്ലോ പലരും നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരോട് പറഞ്ഞാണ് അങ്ങനെ ഈ ക്ലാസ്സിന് പലരും ജോയിൻ ചെയ്തേക്കുന്നത്. എല്ലാവരോടും നന്ദിയുണ്ട്. നിങ്ങൾ എന്നോട് കാണിക്കുന്ന ആ വിശ്വാസത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പം നാളെ വീണ്ടും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.